ജെം സ്റ്റോൺ ശരിക്കും നാച്ചുറൽ പല സ്റ്റോൺസ് ആണ്. ഡയമണ്ട്സ് ഉണ്ട്, റൂബി, എമറാൾഡ്, അങ്ങനെ പല സ്റ്റോൺസ് ഉണ്ട്. അത് ഓരോ സ്റ്റോണിനും അതിൻ്റെതായ ഷൈനിങ്, നിറം, ഭംഗി ഒക്കെ ഉണ്ട്. ഡിസൈൻ ചെയ്യുമ്പോൾ അത് ഓരോ സ്റ്റോണും അത് വെക്കേണ്ട സ്ഥലത്ത് വെച്ചാൽ ആ ആഭരണത്തിന് ഭയങ്കര ഭംഗിയാണ്. ഈ നാച്ചുറൽ സ്റ്റോൺസ് ശരിക്കും നമുക്ക് ഭൂമിൻ്റെ അടിയിൽ നിന്ന്, അല്ലെങ്കിൽ കടലിൽ നിന്നൊക്കെ, ഇപ്പോൾ പേളൊക്കെ നമുക്ക് കടലിൽ നിന്ന് കിട്ടുന്നതാണ്. ഇത് നാച്ചുറലി എന്താണോ സംഭവിക്കുന്നത് അതേ സെയിം ഫിനിഷിങ്ങിൽ സെയിം സാധനം ലാബിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. വാല്യൂ എപ്പോഴും നാച്ചുറലിനാണുള്ളത്. ഇപ്പം നമുക്ക് ഡയമണ്ടിന് ഭയങ്കര ഡിമാൻഡാണ് മാർക്ക്. ഡയമണ്ടിനെ പോലെ തന്നെ വൈറ്റ് സ്റ്റോണുകൾ പലതും കിട്ടാണ്ട്, പക്ഷെ അതിനൊന്നും തീരെ വാല്യൂ ഇല്ലാത്ത സ്റ്റോണുകളുണ്ട്. ഡയമണ്ട് എന്താ വെച്ചാൽ ഒരിക്കലും സ്ക്രാച്ച് വീല, സൈനിങ് പോകില്ല. ഫസ്റ്റ് നമ്മൾ ചിലപ്പോൾ കാണുമ്പോൾ പെട്ടെന്ന് നോക്കി ഒരേപോലെ തോന്നും, പക്ഷെ മറ്റേത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഭംഗി പോകും. ഡയമണ്ട് എന്നും ആ ഭംഗി ഉണ്ടാവും. കാരണം ഡയമണ്ട് അതുപോലെ ഓരോ സ്റ്റോണിനും പ്രത്യേകത ഉണ്ട്, ഓരോ സ്റ്റോണിനും ഡിമാൻഡ് ഉണ്ട്. അതിനനുസരിച്ചാണ് അതിൻ്റെ വാല്യൂ വരുന്നത്. അതുപോലെ റൂബി, എമറാൾഡ് പോലുള്ള, പിന്നെ പേളൊന്നും മിക്കവാറും ജ്വല്ലറികളിൽ ഒറിജിനൽ പേളുകൾ നമ്മൾ യൂസ് ചെയ്യാറില്ല. പിന്നെ ആസ്ട്രോളജി പ്രകാരമാണ് അധികം ഇതിന് സർട്ടിഫിക്കേഷൻ ഒക്കെ ഉള്ള നല്ല സ്റ്റോൺസ് എല്ലാവരും യൂസ് ചെയ്യാറ്.